ഹലോ ഗൈസ്, സ്ത്രീകളുടെ ഉന്നമനത്തിനായി IVCD ടീം കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായാണ് നമ്മൾ വന്നത്, അല്ല അക്ഷയ? അതെ. അപ്പോൾ ആ ഒരു പ്രൊജക്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ പോവല്ലേ ഇവിടെ? അതെ. ഓക്കെ, നമ്മൾ ഈ IVCD ക്യാമ്പസിന് ഒരു ഹെയർ നെക്സ്റ്റ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ചേച്ചിന്റെ പേരെന്താ? പേര് ശ്രീജ. 4 വർഷത്തോളം ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഷോപ്പിലായിരുന്നു വർക്ക് ആയിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇവിടെ എന്തിന്റെ ഷോപ്പാണ്? ഫാമിലി പയ്യോളി മിക്സർ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇവിടത്തേക്ക് ജോലിക്ക് വരാൻ തോന്നിയിട്ടുള്ള ചേച്ചിന്റെ പ്രചോദനം നൽകിയ കാര്യം എന്തായിരിക്കും? വീട്ടിലടച്ചുകൂടി ഇങ്ങനെ ഇരിക്കുന്നതിൽ താല്പര്യം ഇല്ല. പിന്നെ നമുക്ക് നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടത്. പിന്നെ കുക്കിംഗ് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണത്. ഇത് അങ്ങനെ അറിഞ്ഞതിന് ശേഷം അതിനൊരു ഇൻട്രസ്റ്റ് തോന്നി. നമ്മൾ കുക്കിംഗ് എന്തായാലും വീട്ടിലിരുന്നും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു പാഷനായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് ഇവിടെയും ഇഷ്ടപ്പെട്ടത് ചെയ്യുകയാണല്ലേ. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് സന്തോഷമായിരിക്കില്ലേ? ചേച്ചി ഇപ്പോൾ കുക്ക് ചെയ്തിട്ട് ആൾക്കാർ വന്ന സാധനമൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം പലയിടത്തും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കൂടി ഒരുപാട് സ്ത്രീകൾ കാരണം എന്തോ ആയിക്കോട്ടെ വീട്ടിൽ അടച്ചിരിക്കുന്നുണ്ടാകും. ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിടാത്ത ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ എനിക്ക് പ്രായമായി, എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് തോന്നി നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ള ഇങ്ങനെ തൊഴിലവസരങ്ങൾ നിങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഇറങ്ങി പിന്നെ വീട്ടിലിങ്ങനെ അടച്ചുകൂടി ഇരിക്കാതെ അതിനെപ്പറ്റി ഓൾക്ക് എന്താ ഇതിനെപ്പറ്റി കൂടുതൽ ഓല് ബോധവാന്മാരായിരിക്കും. അതിനുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, നമ്മൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യം ഇവർക്കൊരു സൈക്കോളജി പരമായ ഇവർക്ക് എന്താണ് ഇവരുടെ കഴിവെന്ന് തിരിച്ചറിയാൻ വേണ്ടി സൈക്കോളജി ക്ലാസ് കൊടുക്കും. അതിനുശേഷം കമ്പ്യൂട്ടർ IT പരമായിട്ട് ഇവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഏത് മേഖലയിലേക്കാണ് അവർക്ക് പോകാൻ താല്പര്യം കണ്ടുപിടിച്ച് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്തത് ചെയ്യിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കില്ലേ? നമ്മൾ ഈ ഒരു പ്രൊജക്ട് നമുക്ക് ടോട്ടൽ 3 മന്താണ് നമ്മൾ ഒരു ക്ലാസ് എന്ന രീതിയിലേക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കോളം നമ്മൾ എന്ത് ചെയ്യും, സൈക്കോളജി പരമായ ഒരു കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇവരുടെ കഴിവ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇവർ എന്താ പറയുക ഇറങ്ങി ചെല്ലാത്തത്. അപ്പോൾ അതിലേക്കൊക്കെ ഇവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് അവർക്ക് ഫസ്റ്റ് കൊടുക്കും. അതിനുശേഷം ഈ IT മേഖലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അവർക്ക് ഏത് മേഖലയാണോ അവരുടെ പാഷനൊക്കെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് എന്ത് അതിനനുസരിച്ചുള്ള ജോലി നമ്മൾ എന്ത് ചെയ്തും ചെയ്ത് കൊടുക്കുന്ന ചെയ്യുന്നത്. അപ്പൊ അത് അവർക്ക് അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അത് അവർക്ക് എന്താ പറയുക മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ, ഉപകാരപ്പെടും. ഹലോ ചേച്ചി, നമ്മൾ ഈ IVCD ക്യാമ്പസ് കൊയിലാണ്ടിയിൽ നിന്ന് വരികയാണ്. ഒരു ഹെയർ നെക്സ്റ്റ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചേച്ചിന്റെ പേരെന്താ? ശ്രീജ. ചേച്ചിയുടെ വർക്ക് ചെയ്യുന്ന ആളാണോ? ആണല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ വന്നതെന്താ വെച്ചാൽ പല കാരണത്താലും ലോകമൊക്കെ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ പോലും പലയിടത്തും സ്ത്രീകൾ ഒതുങ്ങി കൂടുതലേ ചെയ്യുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കൂടി എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടുന്നത്? പല കാരണങ്ങളുണ്ടാവും. പിന്നെ കുട്ടികളെ പറഞ്ഞേക്കാനുള്ള അമ്മമാരുണ്ടാവും, പിന്നെ ബുദ്ധിമുട്ട് കാരണം പോവാത്ത ആൾക്കാരുണ്ടാവും, ചിലർ ഭർത്താക്കന്മാര് സമ്മതിക്കാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനൊരു മാറ്റം വരണം. അപ്പൊ നമ്മൾ ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ മെന്റലി അവർ എന്തായിരിക്കും ഡിസോർഡർ ആയിരിക്കും. ഇപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ പല തടസ്സങ്ങളും കൊണ്ട് അവർ ചെയ്യില്ല. അപ്പോൾ അവർക്ക് വേണ്ടി സൈക്കോളജി പരമായ ക്ലാസ് നമ്മൾ ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് ടെക്നിക്കലി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ചെയ്തിട്ട് അവരൊരു ജോലിയിലേക്ക് പ്രാപ്തിയാക്കുക നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം സമൂഹത്തിലേക്ക് വരുന്നതിനെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? അഭിപ്രായം എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി പോകുന്ന പെണ്ണുങ്ങൾക്കെല്ലാം നല്ലതായിരിക്കും. അവര് എന്താ പറയാ ഒരു ഉയർത്തെണീക്കായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും അല്ലേ. ഓക്കെ, ഇപ്പോൾ ചേച്ചി വർക്ക് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അപ്പം ചേച്ചി കുറെ കാലമായോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 4 വർഷമായി. ഇപ്പം ചേച്ചി വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എനിക്കൊരു ജോലി വേണം, ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരുപാട് പേര് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും മറ്റൊരാളോട് പറയാനോ. അതെ, ഇവിടെ വേറെ ആളുണ്ടല്ലോ, വീട്ടിലാകുമ്പോ നമ്മുടെ ഒറ്റപ്പെട്ട് ഒരു അവസ്ഥയാണല്ലോ. മക്കളങ്ങ് സ്കൂളിൽ പോയി വീട്ടിലൊന്നും നമ്മൾ തനിച്ചായ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. അപ്പൊ ശരിക്കും ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരു എന്താ പറയുക മോചനം ഉണ്ടാവില്ലേ? മാനസികമായിട്ടും ഒന്ന് ഫ്രഷ് കോൺഫിഡൻസ് വരും.